വീഴുന്നുണ്ട് കേട്ടോ. മിസൈൽ വീണുകൊണ്ടിരിക്കുവാണ്. ഇസ്രായേല് ഇവിടെ നമ്മളെല്ലാരും താഴോട്ട് പോവാണ്. 250-300 മീറ്റർ മാറി മാത്രമാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ യുദ്ധ സമയത്ത് ആരെങ്കിലും ലിഫ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഇസ്ലാമിലെ ഇമാം മഹദി ഇതാണ് എന്നാണ് നമ്മുടെ അഹമ്മദിയ കമ്മ്യൂണിറ്റി വിശ്വസിക്കപ്പെടുന്നത്. ഇത് ഫുള്ള് ഓരോ ആളുകളുടെ ഫോട്ടോയും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾ എല്ലാവർക്കും തെലവീവിലെ പുതിയൊരു വീഡിയോ ആയിട്ട് മാറിപ്പോയി കേട്ടോ. പിന്നെ പറഞ്ഞു വന്ന മാറിപ്പോയി. ആദ്യം ബ്ലറുണ്ട്, ബ്ലർ കുറയ്ക്കട്ടെ. യെസ്, ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മണ്ടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തെലവീവിലാണ്. തെലവീവ് എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ബസ് കയറി ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഹിച്ചേക്ക് ചെയ്ത് ഹൈഫ എന്ന് പറയുന്ന നഗരത്തിലോട്ട് പോവാണ്. ഹൈഫ എന്ന് പറയുന്നത് നമ്മുടെ നോർത്തേൺ ഇസ്രായേൽ ഭാഗത്തുള്ള ഒരു നഗരമാണ്. അങ്ങനെ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ്. ഇവിടെ നമുക്ക് ബസ്സിൻ്റെ നമ്പറൊക്കെയാണ്, ഏതൊക്കെ ബസ് പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു അവന്യൂ ആണ്. നമുക്ക് സൈക്കിൾ പാത്തും നമുക്ക് നടക്കാനുള്ള പാത്തും അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണ്. അത് ഞാൻ പറയാം. ഞാൻ ഒരു കാശിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായി ഇന്നലെ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച, ഇന്ന് ശനിയാഴ്ച. വെള്ളിയാഴ്ച സൺസെറ്റ് മുതൽ ശനിയാഴ്ച സൺസെറ്റ് വരെ ഇവിടെ ജൂത മതവിശ്വാസത്തിൽ ഇവരൊന്നും പണിയെടുക്കില്ല, ഒന്നും ചെയ്യില്ല. വെറുതെ ഫാമിലിയുടെ മാത്രം, മൊബൈൽ പോലും അങ്ങനെ അധികം ഉപയോഗിക്കില്ല. അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഉള്ള ദിവസത്തിൽ ഇന്ന് പല കടകളും അവധിയാണ്. ഒന്നും തന്നെ ഇല്ല, ബസ്സുകളൊന്നുമില്ല, ട്രെയിനുകളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ചില ആളുകൾക്ക് എന്താ പറയുക, ബസ് വേണം, ട്രെയിൻ വേണം. അപ്പം അങ്ങനെ പിന്നെ ബസ്സുള്ള സമയത്ത് ഈ ദിവസങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ ചില പ്രത്യേക അവറിൽ ഉള്ള ബസ്സുകൾക്കെല്ലാം ഫ്രീ ആണ്. അപ്പം ഞാൻ ഇപ്പോൾ കയറി പോകാൻ വേണ്ടി പോകുന്ന ബസ്സിൽ ഫ്രീ ആണ് കേട്ടോ, പൈസ കൊടുക്കണ്ട. ബസ് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. നമുക്ക് സ്റ്റോപ്പിൽ ഒരു മലയാളിയും കാത്ത് വെയിറ്റ് ചെയ്യുകയാണ്. പുള്ളിക്കാരൻ്റെ നിന്ന് കുറച്ച് ഇവിടുത്തെ ലോക്കൽ കറൻസി വാങ്ങിച്ചിട്ട് പുള്ളിക്കാരൻ്റെ നാട്ടിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ എല്ലാവരും ഇതുപോലെ സ്കൂട്ടറാണ് കേട്ടോ. പുള്ളിക്കാരൻ പറന്ന് വരുന്നുണ്ട്, സ്കൂട്ടറിൽ അടിച്ച് പൊളിച്ച് വരുവാണ്. അടിപൊളി. ഓക്കെ, ഇതിലാണ് കേട്ടോ. പാവപ്പെട്ടവൻ്റെ ഓട്ടോറിക്ഷ, പാവപ്പെട്ടവൻ്റെ ഇസ്രായേലിലെ ഓട്ടോറിക്ഷയാണ് കേട്ടോ. പുള്ളി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയാം, പുള്ളി പാലക്കാരനാണ്, എൽബിൻ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ പുള്ളി കെയർ ടേക്കറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ് കേട്ടോ. ധാരാളം മലയാളികൾ കെയർ ടേക്കറായിട്ട് ഇവിടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുള്ളിയുടെ വീട്ടിലോട്ട് വന്നതാണ്. പിന്നെന്താ പറയുക, ഇവിടെ കുറേ പേര്, പുള്ളി മാത്രമല്ല, എന്നെ കുറേ മലയാളികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അധികം സമയം കിട്ടിയില്ല കേട്ടോ അവരെയൊന്നും കാണാൻ വേണ്ടി. ഇന്നലെ ഞാൻ ടയേർഡായിരുന്നു. ഇന്നലെ ഇവരുടെ കുറച്ച് മലയാളികളുടെ സ്ഥലത്ത് പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. പിന്നെ ഞാൻ എന്തോ പറയാൻ വേണ്ടി മറന്നുപോയി. കാണുന്ന സാധനം 70 km/h സ്പീഡ് പോകും. 70 മാക്സിമം 70 കിലോമീറ്റർ പറ്റില്ല. എന്റെ വെയിറ്റ് വെച്ച് 65-67 50 പോലും അത് സ്പീഡാണ്. എൻ്റെ അമ്മോ, 50-70 അതാണ് ഇത് കേട്ടോ. പിന്നെ ഇതിന് 10-2.5 ലക്ഷം രൂപ പുതിയ സാധനത്തിന് വരും. ഇവിടെ നമുക്ക് ഇതിന്റെ പുതിയ മോഡലിന് ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ എനിക്ക് എടുക്കാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഇതിന്റെ സർവീസിന് പോയപ്പോൾ ചോദിച്ചു. 13,500 ഷെക്കലാണ്. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് സ്റ്റാൻഡ് വെക്കാനാണ്, ഇവിടെ ഇരുന്ന് പോവാം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ധാരാളം ആളുകൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്പർ പ്ലേറ്റ് വന്ന സിസ്റ്റമൊക്കെ ഇപ്പോൾ പുതുതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ ട്രാഫിക് അധികം. ഈ തെലവീവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു നഗരമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ വളരെ ചെറിയ രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഇത് സുഖമാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം. ആളുകൾ തെലവീവിലുള്ള ആളുകൾ കൂടുതൽ നടന്നൊക്കെയാണ് പോകുന്നത്. കാർ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നു ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു പല ആളുകളും. ഇവിടുത്തെ മില്യനേഴ്സ് വരെ ഇത് കൂടി സാധനം ഉള്ളവരുണ്ട്. അവർക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കറങ്ങിയായിരിക്കും പോകേണ്ടത്. ഈ സാധനം ഉണ്ടെങ്കിൽ ജസ്റ്റ്
ട്രാക്ക് വാക്ക് വേ എല്ലായിടത്തും ഉണ്ട്. സോ ഈസി ആയിട്ട് പെട്ടെന്ന് എത്താൻ പറ്റും. ഇപ്പൊ ടെല്ലവീന് എനിക്ക് അതിലേ പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു 20 മിനിറ്റ് എടുക്കുമെങ്കിൽ ഈ സാധനം കൊണ്ട് നമുക്ക് സൈക്കിൾ ട്രാക്കിൽ കൂടെ എനിക്ക് തോന്നുന്നു ഒരു 5-6 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട്. ചേട്ടന് ട്രാഫിക് പുത്തരിയല്ലോ, മലയാളികളായതുകൊണ്ട് തന്നെ നിയമം പാലിക്കണം. ഞാൻ നോക്കിയപ്പോ മെനിയാന്നാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ മെനിയാന്നാണ് ബ്രോ മെസ്സേജ് അങ്ങനെ വന്നു. എന്നിട്ട് എന്റെ അടുത്ത് പറയാം നമ്മള് മലയാളികൾ പാലിക്കുന്നില്ല, എന്നിട്ട് ചേട്ടനാണ് പാലിക്കാതെ കേട്ടോ. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് വലിയ സിഗ്നലിലും ഒക്കെ ആളുകളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ റോഡ് ക്രോസ് ചെയ്യാൻ ആളുണ്ടെങ്കിലോ വണ്ടി ഉണ്ടെങ്കിലോ നമ്മൾ നിൽക്കും. പിന്നെ ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് പോകും. നമ്മുടെ സ്വഭാവം വേറെ ആൾക്ക് ഹേർട്ട് ചെയ്യാതെ നമ്മൾ നൈസായിട്ട് പോകും. അതെ, അതും ഓക്കെയാണ്. നമ്മള് ചില നിയമങ്ങൾ നമ്മൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ നിയമങ്ങൾ മറികടക്കാം. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോട്ടെ. ഈ കാണുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു? 2 കൊല്ലം. ഒരു അപ്പച്ചനെ നോക്കുവാണ്. ഓക്കെ. ഇവിടെ സാധാരണയായിട്ട് കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ കാരണം ഈ ഒരു രാജ്യം രൂപീകരിച്ചപ്പോൾ പല രാജ്യത്തുനിന്നും, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ റഷ്യ, യുക്രൈൻ, അങ്ങനെ പല രാജ്യത്തും, റൊമേനിയ എന്നൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. ഇവരെല്ലാം വന്നവരുണ്ട്. പിന്നെ കുറേ ആളുകൾ നല്ല റിച്ചാണ്. അപ്പോൾ ഇവരുടെ മക്കളൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കെയർ ടേക്കറിനെ വെച്ചു കൊടുക്കും. പിന്നെ ഇവരുടെ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം പോലെ അതേ വലിയ ഫാമിലി ബോണ്ടിങ് ഉള്ള സംസ്കാരമല്ല. കാരണം പല രാജ്യങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സംസ്കാരം. ഇപ്പോൾ റഷ്യൻ കൾച്ചറിനെന്ന് പറയുമ്പോൾ കുറച്ച് ഫാമിലി ബോണ്ടിങ് ഉണ്ട്. അതേസമയം ഒരു യൂറോപ്യൻ കൾച്ചറിന് അത്രയും ഫാമിലി ബോണ്ടിങ് ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ സ്പെൻഡ് ചെയ്തതനുസരിച്ച് ഇവിടെ പല കൾച്ചറിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ബോണ്ടിങ്. ഇപ്പോൾ ഫുഡായാലും നമ്മുടെ ഇറാഖിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ്, അല്ലെങ്കിൽ പിന്നെ വേറെ പല മിഡിൽ ഈസ്റ്റിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഫുഡ്, പിന്നെ റഷ്യയിൽ നിന്ന് വന്ന ചില ഫുഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് തന്നെ പല ഇതുണ്ട്. റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ മലയാളം സംസാരിക്കുന്ന കൊച്ചിനി ജ്യൂസ് ഉണ്ട്. കൊച്ചിനി ജ്യൂസിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ അതായത് മലബാരി ജ്യൂസ്, കൊച്ചിനി ജ്യൂസ്, കേരളത്തിൽ നിന്ന് പണ്ട് കുടിയേറിയ ജ്യൂസ്. അവർ നമ്മുടെ സീ ഫുഡിൽ അവർ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ ലെബനോൺ ബോർഡറിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. പക്ഷെ അവിടെ പോകാൻ പറ്റില്ല, ഇപ്പം യുദ്ധം നടക്കുവാണ്. അതുകൊണ്ട് അവിടെയുള്ള കൊച്ചിനി ജ്യൂസിനെല്ലാം അവർ മാറ്റി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. ഒരു ചെറിയൊരു കുഞ്ഞു ഗ്രാമം ബോർഡറിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഗ്രാമമാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. വേറെ കൊച്ചിനി ജ്യൂസിൻ്റെ ഭാഗത്തൊക്കെ എനിക്ക് പോകണമെന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ചേട്ടൻ എനിക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. താങ്ക് യു. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇസ്രായേൽ നഗരത്തിൻ്റെ ഒരു വ്യൂ ആണ്. ആ കാണുന്നതാണ് നമ്മുടെ സിറ്റി സെൻറ്റർ ഭാഗങ്ങളൊക്കെ, ഡൗൺ ടൗൺ ഭാഗങ്ങളൊക്കെ അങ്ങ് ദൂരമായിട്ടാണ്. പിന്നെ ഇവിടെ ദാണ്ടെ കുറേ നമ്മുടെ കെട്ടിട സമുച്ചയങ്ങളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നത്. ഞാനിനി പോകുന്നത് അങ്ങോട്ടാണ്, നമ്മുടെ ഹൈഫ ഭാഗത്ത് അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് കടൽ നമ്മുടെ കാണാൻ സാധിക്കും. വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഇവരുടെ സേഫ് റൂമാണ് കേട്ടോ. അതായത് കണ്ടില്ലേ, ഇരുമ്പ് ഡോർ കണ്ടില്ലേ, ഈ ഇരുമ്പ് ഡോറുകളാണ് ഇവരുടെ സേഫ് റൂം. യുദ്ധമൊക്കെ വരുമ്പോൾ ഉള്ള വൺ ഓഫ് ദ സേഫ് റൂമാണ്. ഫുള്ള് ഇരുമ്പിലാണ്. പിന്നെ ഈ കാണുന്നത് ഇവർ തൊട്ടിട്ട് കയറണമെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ ജൂത ആളുകളുടെ വീടുകളുടെ മെയിൻ ഡോറുകളിൽ കാണും. പിന്നെ പല ആളുകളും അവരുടെ പല റൂമുകൾ കയറുമ്പോഴും കയറാറുണ്ട്. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് അവരുടെ പ്രാർത്ഥനയൊന്നാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ അത് എപ്പോഴും വെക്കാറുണ്ട്. ഇത് പിന്നെ ഇപ്പം കുറേ ബിസിനസ്സായിട്ട് വരാറുണ്ട്. ഇത് സംഭവം ഇതിന് പണ്ട് ഭയങ്കര വലിയൊരു ഹിസ്റ്ററി ഉണ്ടോ കേട്ടോ. അത് പണ്ട് ഏതോ ഒരു സമയത്ത് എല്ലാ ആളുകളും കൊല ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ജൂതന്മാരാണെന്ന് അറിയാൻ വേണ്ടി ഇത് വെക്കുന്ന ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നു. അത് ആ ഹിസ്റ്ററി എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നീട് അത് മതത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഫുള്ളായിട്ട് മാറ്റി. എന്നതും നമ്മുടെ ഏതാണ്ട് ഇരുമ്പ് ഡോറാണ്. നമ്മുടെ മിസൈലും റോക്കറ്റൊക്കെ വരുമ്പോൾ ഇരുമ്പ് കണ്ടില്ലേ, ഇത് ഇരുമ്പിലാണ് കേട്ടോ. ഇത് അതായത് ഒരു സേഫ് റൂമാണ് ഈ കാണുന്നത്. ഷബാത്തിൻ്റെ ദിവസം താണ്ടെ ഇവിടെ, ഇത് ഷബാത്തിൻ്റെ സ്പെഷ്യലാണോ എന്ന് അറിയില്ല, ഫുള്ള് ഫാമിലി ആയിട്ട് ഓരോ ഇങ്ങനെ പാർക്കുകളിലൊക്കെ വന്നിട്ട് ആസ്വദിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങും പലയിടത്തായിട്ട് ഇത് ഒരു വലിയൊരു പാർക്ക് ഏരിയ ആണ് കേട്ടോ. എന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ആക്കി തരാൻ വേണ്ടി പോവാണ്. അവിടെ നിന്ന് ഞാൻ ഹിച്ചേക്ക് ചെയ്യും. ഞാനിനി ഹിച്ചേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുപോലുള്ള വോൾട്ട്, ഇത് ഇവരുടെ ഡെലിവറിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടികളാണ് കേട്ടോ. വോൾട്ട് ഇവരുടെ, ഞാനൊരു പെട്രോൾ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഹിച്ച് ഹൈക്കിങ് ഇൻ ഇസ്രായേൽ എത്രത്തോളം ഈസി ആവും ടഫായിരിക്കും എന്ന് നോക്കാം. ഞാനൊരു പെട്രോൾ സ്റ്റേഷന് ഞാൻ എന്തോ പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ യുദ്ധ സമയത്ത് ആരെങ്കിലും ലിഫ്റ്റ് തരുമെന്ന്. എല്ലാരും നോക്കുന്നുണ്ട്. ഹലോ, no Hebrew English. Where are you going? I'm going straight. I'm hitchhiking to Haifa. But where are you going? No, if you go some kilometer, it's fine. Half or 5 kilometer, 2 kilometer, 10. Huh? We are in Saint Tel Aviv.
How many kilometers are you going? Shalom. അവര് അൺഫോർച്ചുനേറ്റ്ലി പോകുന്നില്ല. കിട്ടാൻ അയ്യോ കുറച്ച് പാടാണ്. ഞാൻ കുറച്ച് സൺസ്ക്രീം ഒക്കെ തേച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല പൊരി വെയില്, ഒരു വണ്ടി നിർത്തുന്നില്ല. No one. Where are you going? Just Ramat-Aviv. Okay. How many kilometers? Oh no, it's okay. Thank you. Okay. Tuda. ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കാനെങ്കിലും വന്നു. ബ്രോ അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം എനിക്കൊരു വണ്ടി കിട്ടി. Shabbat Shalom. Where are you going? I'm actually going to Haifa, but anyway, few kilometers or half, it's fine. Oh, thanks a lot. Yeah, that's all. Thanks a lot. Yes, finally. Traveling. Yeah, I'm traveling. Where are you from? I'm from India. India. Yeah. Tuda. Where are you in India? Kerala. In Kerala? You know Kerala? No, I've been in India more than 1 year. Oh, okay. It's a southern part of India. South side. South side. I've been Calcutta, Delhi, Oh, okay. Pushkar, Rajasthan, Okay. Goa, Bombay. Thank you so much. Thank you. You're welcome. Thank you. ഇവരാണ് കേട്ടോ നമുക്ക് ലിഫ്റ്റ് തന്നത്. Hey, what's your name? I'm David. David and Yael. L. Yael. Yeah, L. Thank you for giving me a ride. Tuda. What did you say? Bevakasha. Bevakasha. Oh, അത് എനിക്ക് തോന്നുന്നു നോ പ്രോബ്ലം അങ്ങനെ വല്ലതും ആയിരിക്കും. Bevakasha. 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 You're welcome. Oh, welcome. Bevakasha. Oh, okay. Tuda. Thank you so much. Bye-bye. Tuda. ഇതുപോലുള്ള വലിയ ഹൈവേന്ന് ഹിച്ചേക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇതുപോലുള്ള ഒരു റോഡിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് വല്ല തൽക്കാലം ഹിച്ചേക്ക് ചെയ്യാം. Okay, it's okay. Thank you. Hello. Shabbat Shalom. Where you came from? I'm from India. Where you going? Haifa. Haifa. Yeah. Okay. Thank you so much. പുള്ളിക്കാരിയാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് തന്നത്. What's your name? Yuval. Yuval. Okay. Nice to meet you, Yuval. Nice to Tuda. Bevakasha. Bakasha. Yeah. ഇവര് പറയുന്നത് cram. You say cram for hitchhiking. What? You say how you say hitchhiking? Tramp. Okay. Tramp എന്നാണ് കേട്ടോ ഇവര് ഹിച്ചേക്കിനെ പറയുന്നത്. Why did you give me a ride? Why did you stop the car? Because I get you. I looking for a tramp either. Okay. On my way. ട്രാമ്പിനെ നോക്കുക എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ട്രാമ്പ് എന്ന് വെച്ചാൽ ഹിച്ചേക്കിംഗ് ആണോ? അയ്യോ ഇനി കാശ് I കൊടുത്ത് can hear the right. Sorry, what? I ask if you don't afraid to be in Israel this No, it's okay. It's okay. I'm not afraid. Good. It's Yeah. good to hear. Yeah. Thanks a lot. Come to India. I will come. I supposed to come 1 month ago, Oh. but my brother is a fighter in Lebanon, so I couldn't. I was afraid, but I will come in a few months. Yeah, Maybe please. 1 month or 2. Anytime. I will Welcome. come to India. You can send me a message anytime. Okay. Thank you so much. I'll send Bye. you. Okay. Bye. നല്ല പാവം കേട്ടോ. താങ്ക്സ് അലോ. To the Rome. Thank you so much. Okay. പുള്ളിക്കാരിയുടെ സഹോദരൻ ലബനോനിൽ പൊരുതിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത അവിടെ ഒരു പയ്യൻ, അവൻ പട്ടാളത്തിലാണ് കേട്ടോ. അവൻ്റെ കൂടെ കുറേ നേരം സംസാരിച്ചു. അവൻ IDF-ലാണ്. IDF എന്ന് പറയുമ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കുറച്ച് IDF-ൻ്റെ ആൾക്കാരോടെയൊക്കെ സംസാരിച്ചു. ലിഫ്റ്റ് അടിക്കട്ടെ. ഞാനൊരു പെട്രോൾ സ്റ്റേഷനിൽ വന്നതാണ്. ഇവിടെ പെട്രോളിന് 150-160 രൂപയൊക്കെ കാണിക്കുന്നു.
ഇത്രയുണ്ടോയെന്ന് എനിക്കറിയില്ല. 7 ഷെക്കൽ എന്ന് പറയുമ്പോൾ 160 രൂപയൊക്കെയായി. ഞാൻ ഹിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എല്ലാം നടക്കുക. 2812 #. ഓക്കെ, താങ്ക് യു. ഇവിടെ വാഷ്റൂം ഉപയോഗിക്കണമെങ്കിൽ കോഡ് ഉപയോഗിക്കണം, 2812 #. 2812 #. പെട്ടെന്ന് പോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും. ഞാൻ വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടി അവരോട് ചോദിച്ചു വന്നതാണ്. 2812 #. ഇവിടെ പുരുഷന്മാരും ഹാൻഡിക്യാപ്ഡും മാത്രമേ ഉള്ളല്ലോ. 2812. വാ, വൃത്തിയുണ്ടോ? ഓ, ചെറിയ വാഷ്റൂമാണ്. Yeah, I'm a tourist. How you know Kerala? Traveling. Oh, thank you so Welcome much. to Israel. Thank We you. love Thank you. India. Oh, okay. Come to Kerala. Oh, I forgot. You guys came or you guys didn't come? I've been in India, not in Kerala. Okay. How was Kerala? Beautiful. Oh, okay. Tuda. Enjoy Israel, my Okay. friend. Tuda Rabba. Bye bye. Bye. ഇതുപോലുള്ള കുറച്ച് യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് വണ്ടി നിർത്തി തരുന്നത്. അല്ലാത്ത ആൾക്കാരൊന്നും നിർത്തി തരുന്നില്ല. ഇസ്രായേലികൾ ഭയങ്കര ട്രാവൽ ചെയ്യുന്നവരാണ് കേട്ടോ. ജർമ്മൻകാരെ പോലെയാണ്. ജർമ്മനിക്കാർ ഭയങ്കര ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇസ്രായേലി ആൾക്കാരും. അപ്പോൾ കുറേ ആൾക്കാർ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പല ആൾക്കാർ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ബീച്ചാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ബീച്ച്. ഞാനൊരു ഹിച്ച് ഹൈക്കിംഗ് സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് പോലെ ഉണ്ട്. ഇത് നമ്മുടെ ഹൈവേ പോകുന്ന മെയിനായിട്ടുള്ള ഒരു ഹൈവേ ആണ് ഈ കാണുന്നത്. Hey, Shalom, where are you going? Towards Hadera. Can you give me a ride? Thank you. ആ കാണുന്നത് നമ്മുടെ കടലിലെ ഉപ്പുവെള്ളത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇസ്രായേലി ആൾക്കാരെന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഉപ്പുവെള്ളം ഈ ഒരു രാജ്യത്തിന്റെ എല്ലാ വെള്ളവും ഇവർ കടലിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ. അതിനെ ഇവർ നേരെ നോർമലാക്കി കുടിക്കുന്നതാണ്. അതിന്റെ വലിയൊരു സംഭവമാണ് കേട്ടോ നിങ്ങൾ ഇപ്പോഴായിട്ട് കണ്ടത്. ഈ ഒരു രാജ്യത്തിന്റെ ഇവർ ധാരാളം വേറെ രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. പണ്ട് ഇന്ത്യയിലും ഇവരെയാണ് ഇസ്രായേലികളെയാണ് വിളിച്ചത്. അതായത് ഇന്ത്യയിലെ ഈ ഉപ്പുവെള്ളത്തിനെ നേരെ ആക്കിയിട്ട് നേരെ നല്ല വെള്ളത്തിനാക്കാൻ. Thank you so much, man. No problem. Okay, Hey, have a good thank time you. here. So you work in IDF? Yeah. Okay, see you. Take care. എൻ്റെ അമ്മോ, നല്ലൊരു പയ്യൻ കേട്ടോ. അവൻ ആക്ച്വലി അമേരിക്കക്കാരനാണ്. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് 2 വർഷമായി, 2 വർഷത്തിൻ്റെ അകത്തായേ ഉള്ളൂ. അവൻ ഇസ്രായേലി ആർമിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അവൻ അമേരിക്കയിലായിരുന്നു 14 വയസ്സ് മുതൽ അവൻ്റെ ജീവിതമെല്ലാം. പക്ഷേ അവൻ ആർമിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ച് അവൻ്റെ രാജ്യത്തോട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അതായത് ധാരാളം ആളുകൾ യുദ്ധസമയത്തായപ്പോൾ അവർക്ക് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ പല ഇടങ്ങളിൽ നിന്ന് ഇസ്രായേലിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അടുത്ത ഹിച്ച് ഹൈക്കിംഗ് സ്പോട്ടിലോട്ട് പോട്ടെ. ഇനി അടുത്ത ഹിച്ച് ഹൈക്ക് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ ലോക്കൽ നെയ്ബർഹുഡുകളാണ് കേട്ടോ. ഇവിടുത്തെ അല്ലാത്ത ആളുകളൊക്കെ താമസിക്കുന്ന നെയ്ബർഹുഡാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഒരു സിനഗോഗ് എന്ന് തോന്നുന്നു ആ കാണുന്നത്. സിനഗോഗിലൊന്നും ഒരു മനുഷ്യന്മാരും പോകുന്ന കാണാനില്ല. ഹൈഫയിലോട്ട് ഒരു റൈഡ് കിട്ടിയിട്ടുണ്ട് അവസാനം. Do you want to say hi? Hi. Hey. What's up, bro? Okay, how are you? Shabbat Shalom. Shabbat Shalom, where are you from? I'm from India. What are you doing here? I'm just traveling. I came to see your country. Nice. Have you been to India? No, but I have an Indian friend who lives here in Israel. Okay, all right. Yeah. ഞാൻ പുള്ളിയും ഹൈഫയിലോട്ട് പോവാണ്. ഹൈഫ ഒരു 10-40 മിനിറ്റ് ഉണ്ട് കേട്ടോ. Tuda Rabi. Toda hora. ഇവിടെ നമുക്ക് അങ്ങൊരു വില്ലേജ് കാണാൻ കഴിയുന്നില്ലേ? ഈ കാണുന്നത് നമ്മുടെ അറബ് വില്ലേജ് ആണ് കേട്ടോ. അതായത് ഇവിടെ താമസിക്കുന്നത് മുസ്ലിങ്ങളാണ്. തൊട്ടപ്പുറത്ത് ജൂത വില്ലേജ് ആണ്. അവിടെ ഫുള്ള് ജൂസും ഇവിടെ ഫുള്ള് മുസ്ലിംസും. കണ്ടില്ലേ? അതൊരു അറബ് വില്ലേജ് ആണ്. അവിടെ ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ വാഴക്കൃഷിയാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള്. വാഴ ഫുള്ള് അവര് നെറ്റിട്ടയ്ക്കുമാണ്. കൊള്ളാമല്ലോ വാഴക്കൃഷി. നമ്മള് റിവർ ടു ദ സീ എന്ന് പറയില്ലേ? ഇതാണ്. ദിസ് ഈസ് എ സീ, റൈറ്റ്? Yeah. And river is this side. Yeah. You mean So which? what does it mean? River to the sea. So they want to kill everybody? Uh, They're stupid. They don't want peace. We want peace. They want to. yeah. I'm sorry for you. പുള്ളിക്കാരൻ ആർമിയിൽ വർക്ക് ചെയ്തതാണ്. ഗാസയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നവളാണ്. ഗാസയിലൊക്കെ. How is your experience in Gaza? It's bad.
We don't want this one. I hope everything will be all right, you know. അറിയില്ല എന്താണെന്ന്. തന്റെ ഈ കാണുന്നത് നമ്മുടെ മൗണ്ടൻ ആണ് കേട്ടോ. നമ്മൾ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. പുള്ളിക്കാരനും പ്രശ്നമാവും, എനിക്കും അത് പ്രശ്നമാവും. നമ്മൾ കുറേ നേരമായിട്ട് പുള്ളിക്കാരന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. What's your name, bro? Itamar. 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 Yeah. Itamar. Kolalo. It's a Hebrew name, right? Yeah. Itamar. Are you religious? Not really. Okay. But the name is from the Bible. Name is from the Bible. Yeah. You are a Jew or a Christian? Jew. Okay. The most of the people in Israel I saw, they are not religious. Yeah, most of them. Yeah, most of them. ആരും റിലീജിയസ് അല്ല, സ്പെഷ്യലി യങ്സ്റ്റേഴ്സ് കേട്ടോ. ഇവർക്ക് അങ്ങനെ ഒട്ടും താല്പര്യമില്ല. മതം ആരും ഫോളോ ചെയ്യുന്നവരായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കുറച്ച് പേരെ ഇനി ജെറുസലേമൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവസാനം ഞാൻ ഹൈഫയിൽ വന്നിട്ടുണ്ട്. ഹൈഫയിൽ മലമുകളിലാണ്. ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ താണ്ടെ നമ്മുടെ ഹോസ്റ്റേജസിന് വേണ്ടി മന്നക്കസേര, അതായത് മന്നയാണ് ഇവർ ഹോസ്റ്റേജിന് ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നത്. അവിടെ കുറേ ഇസ്രായേലി ഫ്ലാഗും പിന്നെ നമ്മുടെ ഹോസ്റ്റേജസിൻ്റെ പിക്ചറും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഈ ഒരു ചതുരം മുഴുവൻ വട്ടത്തിൽ ഇങ്ങനെ ഇതാണ് കേട്ടോ ഇവരുടെ ഒരു കസേരകളൊക്കെ നിരത്തി. കണ്ടില്ലേ, ഇത് ഫുൾ ഓരോ ആളുകളുടെ ഫോട്ടോയും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള പാവ സംഭവങ്ങൾ, പിന്നെ കുറേ ഇതിങ്ങനെ കസേരയൊക്കെ മലർത്തി വെച്ചിരിക്കുകയാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയാണ് കേട്ടോ. കണ്ടോ ഫുള്ള്. ഞാനങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ബസ്സിലാണെന്ന് തോന്നുന്നു. ഇനി ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് ഒരു മലയാളിയാണ്. അഹമ്മദിയ എന്ന് പറഞ്ഞ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? അഹമ്മദിയ ജമാഅത്ത്, അതായത് അഹമ്മദിയ മുസ്ലിംസ് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് പണ്ട് നമ്മുടെ 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത് നമ്മുടെ പാർട്ടീഷനൊക്കെ മുമ്പോ ശേഷമോ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഘടനയാണ് അഹമ്മദിയ എന്ന് പറയുന്നത്. നമ്മുടെ സുന്നി വിഭാഗത്തിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ തുടങ്ങിയത് എനിക്കൊന്ന് പാകിസ്ഥാൻ ഭാഗത്ത് എന്തോ ആണെന്ന് തോന്നുന്നു, ലുധിയാനയിലാണെന്ന് തോന്നുന്നു. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്തോ തുടങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടർ ലണ്ടനിലാണ്. പണ്ട് ഇസ്ലാമാബാദിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊരു മലയാളിയുണ്ട്. ആരോ എനിക്ക് യൂട്യൂബിൽ കമൻറ്റിൽ ഇട്ടതാണ് ഒരാൾ. എന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നു അവരുടെ കോൺടാക്റ്റ്. അപ്പോൾ എന്തായാലും താങ്ക് യു കേട്ടോ. ഹൈഫയിൽ വന്നിട്ട് ഞാൻ അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഹമ്മദി എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇവിടെ വന്ന ഉടനെ ബോംബ് പൊട്ടുവാണല്ലോ. ദൂ അതല്ലേ അവിടെ എൻ്റെ അമ്മ. അവിടെ ഹൈഫയിൽ വന്ന ഉടനെ ബോംബാണല്ലോ പൊട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ അഹമ്മദിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരുടെ മലയാളി എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. ഞാൻ അവരുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചു. അവരുടെ സ്ഥലത്തോട്ട് വന്നു. എന്നിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ തന്നു. അവരുടെ ഫാമിലി ഫുൾ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം കഴിച്ചിരിക്കുന്നത് ഒരു പഞ്ചാബിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ 3 മക്കൾ. 3 sons, right? 3 മക്കളുണ്ട്. അപ്പം ഞാൻ അവരുടെ ഒരു പള്ളിയുടെ അടുത്താണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ അഹമ്മദിയ മോസ്ക്. ദിസ് ഈസ് അഹമ്മദിയ മോസ്ക്, റൈറ്റ്? Hey bro, hi. How are you? I'm good, thanks. What's your name? Ikan. യക്കീൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് വന്ന വാക്കാണ് ഈക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ ഇതിന് അഹമ്മദിയ എന്താണ്, ഇതെന്താണ്, കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീക്കാനായിരിക്കും എനിക്ക് ഒന്ന് കാണിച്ചു തരുന്നത്. അവിടെ നമ്മുടെ കടൽ കാണാൻ സാധിക്കും. മനോഹരം കേട്ടോ, അതിമനോഹരം. ഇതൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു പട്ടണ പ്രദേശമാണിത്. ഇവരുടെ ആശയം, ഐഡിയോളജിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് അഹമ്മദിയ കമ്മ്യൂണിറ്റി ഇവരുടെ ഒരു മിഷണറി സംഭവമാണ്. അപ്പോൾ ഇവരുടെ മിഷിഹ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബിൽ നിന്നാണ് വന്നത്. യുവർ മിഷിഹ കെയിം ഫ്രം പഞ്ചാബ്, right? The name is Ghulam. No, the founder's name is Mirza Ghulam Ahmad എന്നാണ് ഫൗണ്ടറിന്റെ പേര്. alayhi salam. And the first missionary who came here from Punjab, his name is Jalaluddin Shams. Okay. At the time of the second caliph of the Ahmadi Muslim community, Hazrat Muslih Ma'ud, Hazrat Mirza Bashiruddin Mahmud Ahmad radiyallahu anh. So he sent the first missionary to this land, Hazrat Jalaluddin Shams from Punjab, and he came here, rahimahullah. And he established the community here in Karadir. ഓക്കെ. അതായത് ഇവരുടെ അഹമ്മദ കമ്മ്യൂണിറ്റിയുടെ ഒരാൾ പണ്ട് ആദ്യം വന്നത് ആക്ച്വലി ഷംസുദ്ദീൻ. അദ്ദേഹത്തിന്റെ പേര് ഷംസുദ്ദീൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം ആദ്യം വന്നത് ജലാലുദ്ദീൻ ഷംസ്, ദ ഫസ്റ്റ് വൺ, ആദ്യമായിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വന്നത്. അന്ന് ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് പലസ്തീൻ ആയിരുന്നല്ലോ. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യമായിരുന്നല്ലോ. ബ്രിട്ടീഷ് പലസ്തീൻ എന്ന് പറയുന്ന ആയിരുന്നു ഇസ്രായേലിന് മുമ്പ്. അന്ന് ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ആദ്യം ഡമാസ്കസ് വന്നു, പിന്നെ ഈ ഹൈഫ എന്ന് പറയുന്ന നഗരത്തിൽ വന്നു. അപ്പോൾ ഇവിടെ
ഓ ഐ തോട്ട് ഇറ്റ്സ് സൈറൻ. ഞാൻ വിചാരിച്ചു ബോംബിന്റെ സൈറൻ എന്ന് വിചാരിച്ചു. അത് ബൈക്ക് പോകുന്നതാണ്. ഇവിടെ എപ്പോഴും സൈറൻ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം ഫുള്ള് അറബികളായിരുന്നു, അതായത് പലസ്തീൻ ആളുകളായിരുന്നു ഈ ഒരു സ്ഥലത്തെല്ലാം താമസിച്ചിരുന്നത്. അപ്പോൾ അഹമ്മദിയ അവർ വന്നപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ ഉള്ള ധാരാളം പലസ്തീനിയൻ ആളുകളും അഹമ്മദിയ ഇതിൻ്റെ ഗ്രൂപ്പിലായി, അതായത് അവരുടെ ഒരു ഇത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നീട് 14ാമതായിട്ട് വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വാപ്പ, പുള്ളിയുടെ വാപ്പയാണ് എന്നെ പിക്ക് ചെയ്ത്. അദ്ദേഹമാണ് മലയാളി. അദ്ദേഹം നമ്മുടെ പാലക്കാട് പെരിന്തൽമണ്ണ അല്ലേ? your village in Kerala? It's next to Manarka. മണ്ണാർക്കാടിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഇവരുടെ സ്ഥലം. അപ്പോൾ ഞാൻ എന്താണ് അഹമ്മദിയ എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഞാനൊന്ന് പള്ളിയുടെ അകത്തോട്ട് കയറട്ടെ. അദ്ദേഹം 14ാമത്തെ മിഷണറിയാണ് കേട്ടോ. അദ്ദേഹം ഇവിടെ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ്. 1928 കാലത്തിലാണ് അഹമ്മദിയ സംഘം ഇവിടെ ആദ്യമായിട്ട് എത്തുന്നത്. എന്നിട്ട് 1928 ഒരു ചെറിയ പള്ളി പണിയുകയും അതിനെ പുതുക്കി പണിത് 1980 കാലഘട്ടത്തിന് ശേഷം വലിയ പള്ളിയാക്കി ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമസ്കാരമൊന്നുമില്ല, കാരണം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സൈറൻ വരുന്നത്. അപ്പോൾ പിന്നെ ഇവർക്ക് നമസ്കാരം ഇടയ്ക്ക് വെച്ച് ഇതാക്കേണ്ടി വരും, ബങ്കറിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ നമസ്കാരം എല്ലാം നടക്കുന്നത് ബങ്കറിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ബങ്കറിൻ്റെ ഉള്ളിലാകുമ്പോൾ നമസ്കാരത്തിൻ്റെ സമയത്ത് സൈറൻ അടിച്ചാൽ ഇവർക്ക് വേറൊരു സ്ഥലത്ത് പോകണ്ട, ബങ്കറിൽ നിന്ന് തന്നെ അത് നിസ്കരിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പോൾ അതാണ് സംഭവം. ഇവരുടെ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയാണ്. നമുക്കൊന്ന് താഴോട്ട് പോയി നോക്കാം. എന്നെ ഒരു ഫുൾ റൗണ്ട് ടൂർ കാണിക്കുവാണ് കേട്ടോ ബ്രോ. താങ്ക് യു സോ മച്ച് മാൻ. Okay, we'll take the video. നമ്മൾ ഉള്ളിലോട്ട് കയറി വരുവാണ്. ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ ഫൗണ്ടറിനെ കാണാൻ കഴിയും. അതായത് നമ്മുടെ ഇസ്ലാം മതത്തിൽ നമ്മുടെ ഇമാം മഹദി വരൂ എന്ന് പറയില്ലേ അന്ത്യനാളിൽ, അതുപോലെ തന്നെ നമ്മുടെ ജൂത മതത്തിൽ നമ്മുടെ മിഷിയ വരൂ എന്ന് പറയില്ലേ, ക്രിസ്തു മതത്തിൽ നമ്മുടെ ജീസസ് രണ്ടാമനായിട്ട് വരുന്നു എന്ന് പറയുന്ന പോലെ ഇസ്ലാമിലെ ഇമാം മഹദി ഇതാണ് എന്നാണ് നമ്മുടെ അഹമ്മദിയ കമ്മ്യൂണിറ്റി വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ്, വാട്ട്സ് ഹിസ് നെയിം? His name is Hadrat Mirza Ghulam Ahmad alayhi salam. So we believe he's the promised Messiah and Imam Mahdi alayhi salam, who has came to fulfill the prophecies of the Hazrat Muhammad sallallahu alayhi wasallam at the end of times. Because Islam has been going through a very wrong path in the recent centuries, and the actual prophecies of the Prophet Muhammad sallallahu alaihi wasallam is that this man will come and fulfill that, and he will bring the Islam to his truthful and to actual Islam, what actually Islam is from the time of the Prophet Muhammad. He's not adding anything. Our book is the Quran. We believe that Prophet Muhammad sallallahu alaihi wasallam is Khatamun Nabi, the greatest man who has ever lived in this planet. So it's a very distinguished matter to know that this community and this mission is only for the right and for the rising of Islam again in this world. അതെ, മിർസ ഗുലാം അഹമ്മദ് റളിയല്ലാഹു അൻഹു, അതാണ് ഇവരുടെ നമ്മുടെ അഹമ്മദിയ ഗ്രൂപ്പിന്റെ നമ്മുടെ ലാസ്റ്റത്തെ ഇമാം മഹദി എന്ന് പറയുന്നത്. ഇപ്പൊ സുന്നി വിശ്വസിക്കുന്ന പല ആളുകൾക്കും സുന്നി വിഭാഗത്തിൽ ഇതുവരെയായിട്ടും ഇമാം മഹദി വന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം അഹമ്മദിയ ഗ്രൂപ്പിൽ ഓൾറെഡി പഞ്ചാബിലെ വിച്ച് പ്ലേസ് ഇൻ പഞ്ചാബ്? It's in Qadian. ഖാദിയാൻ എന്ന് പറയുന്ന പഞ്ചാബ് പ്രദേശത്ത് ജനിച്ചു. 1835 കാലഘട്ടത്തിൽ ജനിച്ചു. 1908 കാലഘട്ടത്തിലാണ് മരണപ്പെടുന്നത്. അദ്ദേഹം ഈ ഒരു അഹമ്മദിയ ഇത് ഉണ്ടാക്കിയെന്ന് പറയുമ്പം 1888 പിന്നീട് നമ്മുടെ ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ ഖലീഫ സിസ്റ്റം ആണല്ലോ. ഖലീഫ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതായത് പൊളിറ്റീഷ്യനെ പോലെ ഒരാൾ നിന്നിട്ട് വോട്ടെടുത്ത് എടുക്കാതെ ഏതെങ്കിലും ഒരാൾ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റം ആണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് ശേഷം വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഖലീഫ പരമ്പര പോയി. പിന്നീട് നമ്മുടെ ഈ ഒരു ഒട്ടോമൻ സാമ്രാജ്യം, പല സാമ്രാജ്യങ്ങൾ വന്ന് ഖലീഫ സിസ്റ്റം പോയി. അപ്പോൾ അതിനുശേഷം ഈ ഒരു അഹമ്മദിയ ഇതിൽ ഖലീഫ സിസ്റ്റത്തിൽ ഇപ്പോൾ കറണ്ട് ഖലീഫ, അതായത് ഇദ്ദേഹമാണ് ഇവരുടെ കറണ്ട് ഖലീഫ. ഇത് 5ാമത്തെ ഖലീഫയാണ്. ഇദ്ദേഹമാണ് മിർസ മസൂർ അഹമ്മദ്. അദ്ദേഹം ഖാദിയാൻ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ് അവരുടെ ഫാമിലിയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ കറന്റ് ലീവ് ചെയ്യുന്നത് ലണ്ടനിലാണ്. ലണ്ടനാണ് ആക്ച്വലി ഇവരുടെ എല്ലാത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വരുന്നത്. മുമ്പ് ഇസ്ലാമാബാദ് ആയിരുന്നു, പിന്നീട് അവർ ലണ്ടനിലോട്ട് മൂവ് ചെയ്തതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇസ്ലാമിൻ്റെ ഫിലോസഫിയും മറ്റു അഹമ്മദി അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നോർത്ത് കൊറിയ അല്ലാത്ത മറ്റു പല രാജ്യങ്ങളും അഹമ്മദിയ കമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇത് നമ്മുടെ ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും പല ടൂറിസ്റ്റുകളും പല ആളുകളും ഇവിടെ അഹമ്മദിയ കമ്മ്യൂണിറ്റിയിൽ വരാറുണ്ട്. അഹമ്മദിയ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചും അഹമ്മദിയ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും പഠിക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഹോളാണ് കേട്ടോ. യുദ്ധത്തിന് ശേഷം അധികം അങ്ങനെ ആളുകളൊന്നും വരുന്നില്ല. സോ ആഫ്റ്റർ ദ വാർ no people are coming. They're coming, but in very lesser numbers
it's not that big numbers before because the circumstances and the situation doesn't allow And it. Haifa is one of the place now there are problems. Haifa is actually in the line where it's actually quite sensitive. It's a very sensitive place. Every day we hear sirens. Yeah. So it's not a safe place unfortunately for these months for guests to come, but we're still here. ഓക്കെ ഞാൻ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മിസൈൽ പൊട്ടിച്ച ആ മിസൈൽ പോയത് കണ്ടില്ലായിരുന്നോ? അത് ഞാൻ സൗണ്ട് കേട്ട് അങ്ങോട്ട് ആകാശത്ത് നോക്കിയപ്പോൾ കറക്റ്റ് മിസൈൽ വന്ന് പൊട്ടണ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഹൈഫ വൺ ഓഫ് ദ സെൻസിറ്റീവ് ഏരിയ ആണ്. മുമ്പ് സദേൺ ഭാഗത്തായിരുന്നു, ഇപ്പോൾ കൂടുതൽ നോർത്തേൺ ഭാഗങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. ഖാദിയെന്ന് അന്ന് പണ്ട് കാലത്ത് ഇവിടെ വന്ന നമ്മുടെ ഫസ്റ്റ് ഖലീഫ ഫസ്റ്റ് മിഷണറി ജലാലുദ്ദീൻ ഷംസ് അദ്ദേഹമായിരുന്നു ആദ്യത്തെ മിഷണറി. അപ്പോൾ അദ്ദേഹവും പണ്ട് ഇവിടുത്തെ അന്നത്തെ പലസ്തീനി ആളുകളൊക്കെയാണ് ദിസ് ഈസ് ഫ്രം ദിസ് വില്ലേജ് റൈറ്റ് എന്ന് ഈ വില്ലേജിലെടുത്ത ഒരു ചിത്രമാണ്. അന്നത്തെ ഇവരുടെ ആളുകളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് അതിന്റെ കുറച്ച് ചിത്രങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന മോസ്കിന്റെ പഴയ ചിത്രം. പിന്നെ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ അന്നത്തെ പലസ്തീനിലുള്ള ആളുകളാണ്. പക്ഷേ ഇവരുടെ പല കുടുംബങ്ങളും ഇന്ന് ചിലപ്പോൾ ഈ ഒരു രാജ്യത്തില്ല. പല ആളുകൾക്കും അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കാൻ വേണ്ടി പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, പല ലോക രാജ്യങ്ങളിൽ നിന്നൊക്കെ, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ പല ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചിനി ജ്യൂസ്, മലബാരി ജ്യൂസ്. അപ്പം അങ്ങനെ വന്നപ്പോൾ കുറേ ഇവിടെ ഉണ്ടായിരുന്ന പലസ്തീനുകളെല്ലാം ആട്ടി ഓടിക്കപ്പെട്ടു, പല രാജ്യങ്ങളിലായിട്ട് പോയി. അതായത് സിറിയ, ജോർദാനിലൊക്കെ പോയി. ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പേര് പിടിച്ചു നിൽക്കപ്പെട്ടു. അതിൽ പിടിച്ചു നിന്ന കുറച്ച് ആൾക്കാരാണ് ഈ അഹമ്മദിയ കമ്മ്യൂണിറ്റി ആളുകൾ ഇപ്പോഴും ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ അഹമ്മദിയ കമ്മ്യൂണിറ്റിയിലുള്ള അറബ് ആളുകൾ, പണ്ടത്തെ പലസ്തീൻ ആളുകൾക്ക് കുറേ പേർക്കൊക്കെ ഇവിടുത്തെ എന്താ പറയുക ഇസ്രായേലി പാസ്പോർട്ടുണ്ട്. ആ ഒരു പാസ്പോർട്ടിനെ ഇവർ പറയുന്നത് ബ്ലൂ പാസ്പോർട്ടും ഗ്രീൻ പാസ്പോർട്ടും. അതായത് പലസ്തീനിലുള്ള യഥാർത്ഥ വെസ്റ്റ് ബാങ്കും ഗാസയിലുള്ള ആളുകൾക്ക് പലസ്തീൻ അതോറിറ്റി പാസ്പോർട്ട്, അതിനെ ഗ്രീൻ പാസ്പോർട്ട് എന്ന് പറയും. ഇവിടെ ഉള്ള ഇസ്രായേലിലുള്ള പലസ്തീൻ ആളുകൾക്ക് അവർ പറയുന്ന ബ്ലൂ പാസ്പോർട്ട് എന്നാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെ ഇവർക്ക് ചില ബങ്കറുകളും ഷെൽട്ടറുകളും ഉണ്ട്. ഇതെല്ലാം സ്റ്റീലിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള സംഭവമാണ്. പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഗ്യാസിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയും, അതായത് എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ കണ്ടില്ലേ ഇരുമ്പിലുള്ള ഇതാണ് കേട്ടോ. ജനലിൻ്റെ അകത്തായിട്ട് തന്നെ ഇവർക്ക് വേറെ ഒരു ഇതുണ്ട്. വല്ല മിസൈലോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ഇത് മിക്ക ബിൽഡിങ്ങുകളിലും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു റൂമെങ്കിലും അങ്ങനെ കാണും കേട്ടോ സാധാരണയായിട്ട്. ഈ ഒരു മതിലിൻ്റെ അകത്തും അവർ സ്റ്റീലുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇത് കോൺക്രീറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ മതിലിൻ്റെ അകത്തും സ്റ്റീലുണ്ട് സംഭവം. അതുകൊണ്ടാണ് ഈ ഒരു റൂം ഇത്ര പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. എന്തെങ്കിലും സൈറൻ വരുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോകും. ഇതിനിടയ്ക്ക് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഇമാം മഹദിയായിട്ട് വിചാരിക്കുന്ന മിർസ ഗുലാം അഹമ്മദ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ 5 ഖലീഫമാരാണ് കേട്ടോ. 5 ഖലീഫമാരെ എല്ലാവരും ഒരു ഫാമിലിയിൽ നിന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ പരമ്പരയാണെന്ന് അവർ പറയുന്നുണ്ട്. അതേസമയം രണ്ടാമത്തെ ഇത് ആദ്യത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നൂറുദ്ദീൻ അൽ ഖുറൈഷിയാണ്. പിന്നെ ഇത് നമ്മുടെ മിർസ ബഷീർ അൽദീൻ മഹ്മൂദ് അഹമ്മദ്. അദ്ദേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ആയിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽ വരുന്നതാണ്. പിന്നെ 3, 4, 5 ഇങ്ങനെ 5 പേരുണ്ട്. ഇപ്പോൾ കറണ്ടിൽ ആയിട്ട് നിൽക്കുന്നത് ഇദ്ദേഹമാണ് മിർസ മസ്റൂർ അഹമ്മദ്. അദ്ദേഹം ലണ്ടനിലാണ് റിസൈഡ് ചെയ്തിരിക്കുന്നത്. ലണ്ടനിലാണ് ഇവരുടെ ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ രണ്ടാമത്തെ ഖലീഫ ആയപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും പാർട്ടീഷൻ ആയതിനു ശേഷം ഇവർ പാകിസ്ഥാൻ ഭാഗത്തോട്ട് പോയി. പിന്നീടാണ് നമ്മുടെ ഇസ്ലാമാബാദിൽ ഇതിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നത്. പിന്നീട് നമ്മളിപ്പം പറയുവാണ്, അതായത് സാധാരണ ഇസ്ലാം മത വിശ്വാസികൾ, ഭൂരിഭാഗം ഇസ്ലാം മത വിശ്വാസികൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ സുന്നി വിശ്വാസികളാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷിയാക്കൾ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള അഹമ്മദിയ, ഇബ്രാഹിമി അങ്ങനെ പല സംഘടനകൾ വരുന്നത്. അപ്പോൾ ഇമാം മഹദി ഇതുവരെയായിട്ട് വന്നില്ലെന്നാണ് ലോകത്തുള്ള പല ആളുകളും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് സുന്നി രാഷ്ട്രമാണല്ലോ. അപ്പോൾ ഇവർ അങ്ങോട്ട് പോയപ്പോൾ ഇവർ പാകിസ്ഥാനിൽ പോയപ്പോൾ മാത്രമല്ല പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ അഹമ്മദിയ കമ്മ്യൂണിറ്റി വളർന്നു വന്നപ്പോൾ ഇവർക്ക് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവർ പലയിടത്തും ഇവർ മുസ്ലിങ്ങളല്ലെന്ന് ആണ് വിളിക്കുന്നത് പോലും. അപ്പോൾ പിന്നീട് അതിനുശേഷം 4ാമത്തെ ഖലീഫ ആയപ്പോൾ ഇവർ ഫുള്ളായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ലണ്ടനിലോട്ട് മൂവ് ചെയ്തു. അങ്ങനെ ലണ്ടൻ ഇവരുടെ ആസ്ഥാനമായി മാറി. അങ്ങനെയാണ് ഇദ്ദേഹം ഇവിടെ അയക്കുന്നത്. നമ്മുടെ ഇവിടെ കൂടെ വേറൊരു പലസ്തീനിക്കാരനോടുണ്ട്. അസ്സലാമു അലൈക്കും, കൈഫ ഹാലക്? يا good كويس. انا عربي. كيف انا عربي؟ عربيتك يعني
1 from 10. 1 from 10. ഒട്ടുകൊള്ളൂലാന്ന് കേട്ടോ. 1 from 10 എന്ന് കേട്ടോ. ഓക്കെ, മാഫി മുഷ്കൽ ആന കലം അന പഠിക്കും. I will learn. Stay here with us 2 months, inshallah. We'll talk Arabic. Yeah, sure. Very good. So your all family from this village? Yes. My grandfather, he is from Palestine. Okay. Yes, and they Palestine means this place. yes, they were before Israel. They was here in Kabir, and also after that Jews come here, we stay here in Kabir Okay. from more than 100 years. ഓക്കെ, അതായത് നമ്മുടെ ജൂതര് നമ്മുടെ ഇസ്രായേലിൽ നിന്ന് പല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന് ഈ ഒരു സ്ഥലത്തോട്ട് പലസ്തീനിൽ വന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന യഥാർത്ഥ പലസ്തീനി ആളുകൾ, അങ്ങനെ കുറച്ച് ഭയങ്കര ആളുകളെ നമുക്ക് ഇസ്രായേലിൽ കാണാൻ പറ്റില്ല. വളരെ വിരളമായിട്ട് മാത്രമേ കാണാൻ സാധിക്കും. ഞാൻ മുമ്പ് ഹൈവേ കൂടെ വന്നപ്പോൾ ഒരു അറബ് വില്ലേജ് കാണിച്ചില്ലേ, അവരൊക്കെ ഒറിജിനൽ പലസ്തീനി ആളുകളാണ്. അതായത് ഒറിജിനൽ പണ്ടത്തെ ഇസ്രായേലിന് മുമ്പുള്ള ഇവിടുത്തെ യഥാർത്ഥ ആളുകളാണ്. പിന്നെയാണ് ജൂതര് പല ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ഒരു ഇസ്രായേൽ രാഷ്ട്രമായിട്ട് മാറിയത്. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്താ ഇസ്മക്ക്? അഹമ്മദ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. താൽ കേരള എന്താ കേരള മാലും Inshallah. And I want to see Kerala. I see in the pictures. ഓക്കെ, കൈഫ് കേരള ജമീല കമീല. In the pictures, I see Jannah. ജന്ന And when I see it, inshallah, I want to see in my eyes. ഇൻഷാല്ലാ. To be different and more beautiful. ഓക്കെ, Inshallah. Rabbil alamin. ഇൻഷാല്ലാ. ഓക്കെ, ശുക്രൻ. കുറച്ച് രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ രണ്ടുപേരുടെ കൂടെ അഹമ്മദ് ബ്രോയും അഖിൽ ബ്രോയും ഇഖാൻ ബ്രോയും കൂടെ ഉണ്ട്. നമ്മൾ ഇതിലെ കൂടെ നടക്കുവാണ് കേട്ടോ. ഇതിവിടെ എല്ലാം ഇവരുടെ അഹമ്മദിയ ആളുകളാണ് കേട്ടോ കൂടുതൽ താമസിക്കുന്നത്. അഹമ്മദിയ ഇസ്ലാം വിഭാഗം ഫോളോ ചെയ്യുന്നവരാണ്. പിന്നെ സാധാരണ അല്ലാത്ത കൂടുതലും അറബ്സാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ അറബ്സ്, റൈറ്റ്? അറബ്സും അഹമ്മദീസാണ്. അതായത് അറബ്സ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മിസ്കൺസെപ്ഷൻ ഉണ്ട്. അറബ്സ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. അറബ്സ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരാണ് കേട്ടോ അറബ്സ്. അതായത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജനത അവരാണ് അറബ്സ്. പിന്നെ ജൂത മതക്കാരെന്ന് പറയുമ്പോൾ ഈ പല കോണ്ടിനെന്റിൽ നിന്ന് കുടിയേറിയവരായതുകൊണ്ട് അവരെ അറബ്സായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. അവരെ വിളിക്കുന്നത് അല്ലാതെ ജ്യൂസ് എന്നാണ്. അറബ്സ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ പണ്ടുണ്ടായിരുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ വീടൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും. എന്നാലും കുറേ ജ്യൂസിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കൊച്ചുകുട്ടികളാണ് കേട്ടോ ഇവന്മാര്. ഇവിടുത്തെ കൊച്ചു പയ്യന്മാര് കറങ്ങി നടക്കുവാണ്. കുറേ പ്രാവശ്യമായിട്ട് ഇതുപോലുള്ള ഇങ്ങനെ വണ്ടികളിൽ കിടന്ന് കറങ്ങി നടക്കുവാണ് കേട്ടോ. That's the Formula 1 street. ഫോർമുല സ്ട്രീറ്റ് കബാബിയും In Kababi. കബാബി എന്നാണ് ഈ ഒരു വില്ലേജിന്റെ പേര്. നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു ഒരു സ്ഥലം. ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും കണ്ടില്ലേ എന്നെ എന്താ പറയാ ഉന്തി തള്ളിക്കൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ അവൻ. അതാണ് ഇവരുടെ ഒരു ഞാൻ കണ്ടത് ആദ്യത്തെ പലസ്തീനയായിട്ട് ഞാൻ ഇത്രയും അടുത്ത. നമുക്ക് പ്രധാനപ്പെട്ട ഇവരുടെ ഒരു ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് ആണ് കേട്ടോ. ഓറഞ്ച് എല്ലായിടത്തും ഉണ്ട്. വാട്ട് ഈസ് ദിസ് ബ്രോ? കോബൂർ എന്താന്ന് ഇതും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഒലിവൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. സൈത്തൂൻ. പിന്നെ ഇവരുടെ ഭക്ഷണങ്ങൾ അതൊക്കെ കുക്ക് ചെയ്തതാണ്ട് ഇവിടെ പല ഭക്ഷണങ്ങൾ അതുവരെ വിൽക്കാനായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ. പിന്നെ വേറെ ഇവരുടെ ദിസ് ഈസ് വെരി ഫേമസ്, റൈറ്റ്? Yeah, that's Badinjan. Badinjan. ഇവരുടെ ചക്ഷുക്ക, യു മേക്ക് ചക്ഷുക്ക. ഇവരുടെ പ്രധാന മറ്റൊരു സംഭവമാണ്. ഇത് വെച്ച് ഇവർ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. പിന്നെ this is also very famous. That's red potato. Red potato. You call it red potato. Yes, red potato. We call this shomar, if you know it. Shomar, yes. Shomar. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. Vegetables. Some kind of vegetable. And ഇവിടെ നമ്മുടെ ചെറിയ ഉരുളക്കിഴങ്ങ്. This is potato, right? Potato, yeah. ചെറിയ ഉരുളക്കിഴങ്ങ്, sweet potato, right? Yes. No, that's also the same potato, but in other that's sweet. അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയ തക്കാളി. ഈ മുളക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനത്തെ ഉള്ളൊരു മുളക്. ചെറിയ തക്കാളിയാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. ആക്ച്വലി തെല്ലവീവാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള നഗരം. ബാക്കി പുറത്തോട്ടൊക്കെ തെല്ലവീവിനെ പോലെ എക്സ്പെൻസീവ് അല്ല. എന്നിരുന്നാലും ഹൈഫയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രദേശം ഈ ഒരു കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന കബാബീർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ഇപ്പോൾ നമ്മുടെ ഹൈഫയുടെ ഒരു ഭാഗമാണ് കേട്ടോ കാണുന്നത്. അതായത് നമ്മുടെ ബീച്ചിന് കിടക്കുന്ന ഒരു ചെറിയൊരു ഭാഗമാണ്. പണ്ട് ഇങ്ങനെ താഴ്വാരത്തൊക്കെ ഇവിടെ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം
പണ്ട് നക്ബയ്ക്ക് മുമ്പ് 1948 ഇവർ വന്നിട്ട് ഇവിടെ ഉള്ള പലസ്തീനുകളെല്ലാം അടിച്ചോട്ടിച്ചതിന് മുമ്പ് ഇവിടെ അവരൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇത് പല ജ്യൂസിൻ്റെയും ലാൻഡൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു മൗണ്ടൻ പ്രദേശമല്ലേ, ഈ കാണുന്നത് കുറച്ച് എന്താ പറയുക ഹൈ ക്ലാസ് ആളുകൾ താമസിക്കുന്ന ഭാഗമാണ്. അതേസമയം ആ ഒരു ഭാഗത്തായിട്ട് അവിടെയാണ് നമ്മുടെ ഹൈഫ പോർട്ട് ഭാഗങ്ങളൊക്കെ അങ്ങോട്ടൊക്കെയാണ് വരുന്നത്. അവിടെ കുറച്ച് അറബ്സ് ആ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത്. നല്ലൊരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് നടന്ന് നമ്മുടെ ഹൈഫയുടെ മറ്റു ഭാഗങ്ങളിലോട്ട് വന്നാണ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ വാട്ട് ഈസ് ദിസ് ബ്രോ? ഇറ്റ്സ് എ സിനിമ ഹാൾ? Yes, it's not cinema hall, it's big hall. There's a lot of kinds of... Kinds of what? Okay, something like concert, Yes. theater. Yes. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു തിയേറ്ററൊക്കെയാണ് കേട്ടോ. തിയേറ്റർ നല്ല രസമുണ്ട് കേട്ടോ. നൈറ്റ് ഇവിടെ കിടക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇസ്രായേലിൻ്റെ ഫ്ലാഗിൻ്റെ കളറാണ്. പിന്നെ ഇവിടെ നമ്മുടെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുറേ ആൾക്കാരുടെ പിക്ചേഴ്സും സംഭവങ്ങളൊക്കെയാണ്. എന്ന ഏരിയ നമ്മുടെ കർമ്മൽ എന്നാണ് കേട്ടോ പറയുന്നത്. ഹൈഫയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കർമ്മൽ എന്ന് പറയുന്നത്. അവിടുത്തെ രാത്രി കാഴ്ചകളാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഭയങ്കര എല്ലാം ഓപ്പണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാലും റെസ്റ്റോറൻറ്റുകൾ, ചെറിയ ചെറിയ കടകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നടന്നു പോവാണ് കേട്ടോ. മതപരമായിട്ട് കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത് ഇവരെ പോലെ എന്താ പറയുക തല മുഴുവനായിട്ട് മറയ്ക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവർ മതപരമായിട്ട് കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ സ്ത്രീ ഫുള്ളായിട്ട് തല മറയ്ക്കുന്നത് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇസ്ലാമിലെ പോലെ തന്നെ ജൂതമതത്തിലും ജൂതമതത്തിൻ്റെ നമ്മുടെ ഇസ്ലാമിലെ ശരിയ പോലെ അവർ ഹലച്ച എന്തോന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ജൂതമതപ്രകാരമുള്ള ജൂതമതത്തിൻ്റെ ലോയിനെ പറയുന്നത്. അപ്പോൾ അത് പ്രകാരം കല്യാണം കഴിച്ച ആളുകളാണെങ്കിൽ അവരാണെങ്കിൽ തല മറയ്ക്കണമെന്നാണ്. അതായത് മറ്റുള്ള ആളുകളുടെ മുന്നിൽ തല കാണിക്കാൻ പറ്റില്ല, തല മുഴുവനായിട്ട് മറയ്ക്കണം. അതായത് നമ്മുടെ മുസ്ലിങ്ങളൊക്കെ മറയ്ക്കുന്നത് പോലെ തന്നെ അവർ ചില ഓർത്തഡോക്സ് ആയിട്ടുള്ള ജ്യൂസ് അവരുടെ ഫേസും കാണിക്കാറില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. കൂടുതലായിട്ട് സെക്യുലർ ജ്യൂസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വളരെ കുറച്ച് അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജ്യൂസ് മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. കടന്ന് നമ്മൾ ഹൈഫയുടെ ഒരു മുഖം കാണുന്ന ഒരു വ്യൂ നമ്മൾ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നമുക്ക് ഹൈഫ പോർട്ടും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. നല്ലൊരു രസമുണ്ട് കേട്ടോ. ഹൈഫ സിറ്റി മുഴുവനായിട്ട് ഇതൊരു മലയുടെ താഴെയാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്നത് മലയുടെ മുകളിൽ. വേറൊരു വ്യൂ പോയിന്റിലോട്ട് വന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സിറ്റിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനും എന്താ പറയുക ഒരു ചെറിയൊരു റൂഫൊക്കെ ഉള്ള കുറച്ച് ഷെൽട്ടേഴ്സൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ മീഡിയ അവരുടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗത്തൊക്കെ ധാരാളം മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട് ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ കണ്ടോ നോക്കിയാലും മലയാളികളാണ്. അവിടെ ഈ ഒരു മലയാളി എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് മറ്റേ യൂട്യൂബർ അല്ലേ, എന്നെ അറിയാമെന്നുള്ള ഒരു മലയാളിയാണ് കേട്ടോ. പുള്ളിയുടെ പ്രൈവസി കാരണം ഞാൻ പുള്ളിയെ കാണിക്കുന്നില്ല. ഇവിടെ എന്തോ പരിപാടി നടക്കുവാണ്. അവിടെ ഹോസ്റ്റേഴ്സിന് വേണ്ടിയോ വാറിനെതിരെയോ എന്തോ ഉള്ള ഒരു പ്രൊട്ടസ്റ്റാണ്. ഫുൾ ആളുകളാണല്ലോ. ഇവിടെ വലിയ ബോർഡും പ്ലക്കാർഡുകളൊക്കെ വെച്ച് കുറേ പേര് നിൽക്കുവാണ് കേട്ടോ. എന്തൊക്കെ ഇവരുടെ ഹിബ്രു ലാംഗ്വേജിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഹോസ്റ്റേജസിനെ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഈ കാണുന്നത്. വരുന്നു കേട്ടോ. ബ്രോ, ഇസ്രായേലിൽ ഇവിടെ നമ്മളെ ഒരു മിസൈൽ വീഴുന്നതുകൊണ്ടാണ് വരുന്നുണ്ട് കേട്ടോ. മിസൈൽ വീണുകൊണ്ടിരിക്കുവാണ്. നമ്മളെല്ലാവരും താഴോട്ട് പോവാണ്. എല്ലാവരും ഓടുവാണ് കേട്ടോ. പ്രൊട്ടസ്റ്റിന് നിന്ന ആൾക്കാരൊക്കെ മിസൈൽ വന്ന് കൊണ്ടുപോകും. നമ്മുടെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ എന്തോ ആണ് കേട്ടോ സംഭവം. ഇവിടെ എല്ലാ ആൾക്കാരും വന്ന് ഒളിച്ചിരിക്കുവാണ്. മിസൈൽ വീണ സൗണ്ടൊക്കെ കേട്ടു. എല്ലാവരും തൻ്റെ ഷെൽട്ടറിൻ്റെ അടിയിൽ വന്നിരിക്കുകയാണതാ. എൻ്റെ കൈ എന്തോ വിറയ്ക്കുവാണ് കേട്ടോ കുറച്ചിരുന്ന്. കാരണം മിസൈൽ വീണ സൗണ്ട് കേട്ടു. എല്ലാ ആൾക്കാരും ബങ്കറിൻ്റെ ഉള്ളിൽ കയറിക്കുക. ബങ്കറല്ല, ഈ കാണുന്ന നമ്മുടെ മെട്രോ സ്റ്റേഷനോ എന്തോ ആണ്. കണ്ടില്ലേ, ഇവർ അറബിയിലൊക്കെ ഉണ്ട്. എല്ലാ ആൾക്കാരും സ്ട്രീറ്റിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട്. മുഴുവൻ ആൾക്കാർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ജസ്റ്റ് സ്റ്റെയറിന്റെ അടിയിൽ കൂടെ ഓടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലുത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. 10 മിനിറ്റ് 5 മിനിറ്റ് അതിനുടനെ സ്ട്രീറ്റ് ഓക്കെ ആയി. അതായത്
മിസൈൽ വരുമ്പോൾ അപ്പം ഇവിടെ സൈറൻ കേൾക്കും. സൈറൻ കേൾക്കുമ്പോൾ എല്ലാവരും ഓടും. ഇതെവിടെയോ വീണ് പൊട്ടി കേട്ടോ. ചിലപ്പോൾ ആകാശത്തുനിന്ന് പൊട്ടി തന്നെയെന്തോ. നമ്മൾ ഈ മെട്രോയുടെ അടിയിൽ പോയപ്പോൾ ഭയങ്കര പൊട്ടൽ സൗണ്ട് കേട്ടു. അപ്പോൾ എൻ്റെ ലെഞ്ച് നല്ലപോലെ കത്തിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മലയാളിയില്ലേ, പുള്ളിക്കാരൻ അടുത്തുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് കുലുങ്ങിന്ന്. നമ്മൾ അതിൻ്റെ അടുത്തായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് കുലുങ്ങി കേട്ടോ. പുള്ളിക്കാരൻ ആ കടയിലകത്ത് പോയി ഒളിച്ചിരുന്നു. പോലീസൊക്കെ അർജന്റായിട്ട് പോകുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നങ്ങളുണ്ട്. എല്ലാരും ഓടുവാണ് കേട്ടോ. പേടിച്ച് ആ കടയൊക്കെ അടയ്ക്കാൻ വേണ്ടി പോവാണ്. നമുക്കൊന്നും കഴിക്കാൻ പോലും പറ്റുന്നില്ല. ബോംബ് വീണ് നല്ല പതന ഉണ്ടായതുകൊണ്ട് ചില ആളുകൾക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് കുറെ പോലീസ് മാത്രമല്ല അത് ആംബുലൻസ് ഒക്കെ പോകുന്ന കാണാൻ. റോക്കറ്റ് പതിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. സംവെയർ ഇറ്റ് ഫാൾ ഡൗൺ. ഏതോ ഒരു ഹൈഫയിലുള്ള ബിൽഡിങ്ങിൽ മിസൈൽ വീണതുകൊണ്ട് അവർക്ക് മൊബൈൽ അറിയാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, അതാണ് ഇവിടെ ഇപ്പൊ വീണ മിസൈലുകളുടെ ഇതാണ് കേട്ടോ. ഇവിടെ വീണ ഏതൊക്കെ ബിൽഡിംഗ് ഒക്കെ തകർന്നു പോയിട്ടുണ്ട്, കണ്ടില്ലേ. ഇന്നത്തെ കാലല്ല കേട്ടോ സംഭവം. ബിൽഡിങ് വീണ് തകർന്നു, അതിന്റെ കാഷ്വാലിറ്റീസ് എടുക്കാൻ വേണ്ടി പോകുന്ന വണ്ടികളാ. ഇവിടെ ഫുള്ള് പോലീസാണല്ലോ. ആണ് കേട്ടോ നമ്മുടെ ബോംബ് വന്ന് വീണത്. അങ്ങോട്ട് നമ്മളെ വണ്ടി കയറ്റി വിടൂല. ആംബുലൻസിന് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് കേട്ടോ നമ്മൾ നിന്നതിന് ജസ്റ്റ് ഒരു 250-300 മീറ്റർ മാറി മാത്രമാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ അണ്ടറിന്റെ ബങ്കറിന്റെ അടിയിൽ പോയോണ്ട് അത്രയും അടുത്താണെന്ന് മനസ്സിലായില്ല. ഒരു ഭയങ്കര ബോംബ് സൗണ്ട് കേട്ടു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് കിടന്നുറങ്ങി. നല്ല ടയർഡായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ യുദ്ധത്തിന്റെ ഇത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ പോയിട്ട് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ, അവിടെ എന്തൊക്കെ പൊട്ടി. കുറേ കാറിനൊക്കെ നഷ്ടമൊക്കെ വന്നെന്നാണ് കേട്ടത്. ഞാൻ പോയി നോക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്തത്. എല്ലാവർക്കും ബൈ ബൈ.